നമസ്കാരം, 4 ന്യൂസിലേക്ക് സ്വാഗതം. കരയുദ്ധത്തിൽ അടിപതറിയ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗാസ യുദ്ധമുഖത്ത് നിന്ന് 5 ബ്രിഗേഡുകളെ കൂടി പിൻവലിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സേന. സായുധ സേനയുടെ പരിശീലന താവളത്തിന്റെ ചുമതലയുള്ള 460-ാം ആർമമേഡ് ബ്രിഗേഡ്, യുദ്ധസമയത്ത് ബഹാദ് 1 ഓഫീസുകളുടെ സേനയ്ക്ക് മേൽനോട്ടം നൽകുന്ന 261-ാം ബ്രിഗേഡ്, കാലാൾപ്പടയുടെയും സ്ക്വാഡ് കമാൻഡർമാരുടെയും ചുമതലയുള്ള 828-ാം ബ്രിഗേഡ്, 16-ാം റിസർവ് ആർമേഡ് ബ്രിഗേഡ്, 551-ാം റിസർവ് പാരാഗ്രൂപ്പ് ബ്രിഗേഡ് എന്നിവയാണ് പിൻവലിച്ചത്. ചില സൈനികർ ഇപ്പോൾ തന്നെ തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ജോലികളിലേക്കും മടങ്ങിപ്പോകും. ഇത് സാമ്പത്തിക ഘടനയ്ക്ക് വലിയ ആശ്വാസം നൽകുക മാത്രമല്ല, വരാനിരിക്കുന്ന വർഷം കൂടുതൽ കരുത്ത് നേടാനും സഹായിക്കും. പോരാട്ടം തുടരും, അപ്പോൾ നമുക്ക് അവരെ ആവശ്യമായി വരുമെന്നാണ് IDFന്റെ വക്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അതേസമയം തന്നെ ഡിസംബർ 21-ന് ഹമാസിൽ നിന്നുണ്ടായ തിരിച്ചടിയെ തുടർന്ന് ഗോലാനി ബ്രിഗേഡിനെ ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ മുൻപ് പിൻവലിച്ചിരുന്നു. നെതന്യാഹു നേരിട്ട് അനുഗ്രഹിച്ച് യുദ്ധമുഖത്തേക്ക് അയച്ച സൈനിക ഗ്രൂപ്പായിരുന്നു ഗോലാനി. സൈനികരുടെയും പുനഃസംഘടനത്തിനും വിശ്രമത്തിനുമായി താൽക്കാലിക സമയത്തേക്കാണ് ഗ്രൂപ്പിനെ തിരിച്ചു വിളിക്കുന്നതെന്നായിരുന്നു ഇസ്രായേൽ അന്ന് അറിയിച്ചത്. എന്നാൽ ഷുജായിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ട പരാജയവും സൈന്യത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തതിലാണ് സൈന്യത്തെ പിൻവലിച്ചതെന്ന് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഗാസയിൽ നിന്ന് ബ്രിഗേഡിനെ പിൻവലിച്ചതോടെ സൈന്യത്തിന്റെ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. പലസ്തീന്റെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ ഇസ്രായേലിന്റെ മുൻനിര പോരാളികൾ പതറിയതോടെ സേനയ്ക്ക് വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് ആക്രമണത്തിൽ മുൻനിര പോരാളികളും ഓഫീസർമാരും കൊല്ലപ്പെട്ടു. യുദ്ധവാഹനങ്ങളും സാമഗ്രികളും തകർക്കപ്പെട്ടു. തുടർച്ചയായി ബ്രിഗേഡിനെ പിൻവലിക്കാനുള്ള ഇസ്രായേൽ തീരുമാനം ഹമാസിന് മുന്നിൽ ഇസ്രായേൽ കീഴടങ്ങി എന്നതിന്റെയും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നതിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്.